ശങ്കരാചാര്യർ സംഖ്യയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ശങ്കരാചാര്യാണല്ലോ സംഘം സ്ഥാപിച്ചതെന്നാണ് ഇപ്പോൾ പലരും. എന്താണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട്? അദ്ദേഹം ഹിന്ദു നേരിട്ട് ചോദിച്ചോളൂ, സംഖ്യ ആയോ എന്ന് ചോദിച്ചോളൂ. ഇനിയിപ്പോൾ വെറുതെ എന്തിനാണ് ഇത് ചുറ്റി പോകേണ്ട കാര്യമില്ല. സാറെങ്ങാനും വളച്ചോ? ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞാൽ സംഖ്യയാകും എന്ന് ഒരു സംഗതിയുണ്ട്. മലയാളി ഇത്രയേറെ അപമാനിച്ചിട്ടുള്ള, ഇത്രയേറെ അവഹേളിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭ, ആ മഹാപ്രതിഭയെ അംഗീകരിച്ചത് കുമാരനാശാനാണ്. കുമാരനാശാൻ്റെ ആണ് ആദ്യത്തെ തർജ്ജിമ. 24 വയസ്സുള്ളപ്പോഴാണ് സൗന്ദര്യലഹരി തർജ്ജിമ ചെയ്യുന്ന. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് മൂകാംബികയിൽ പോയപ്പോഴാണ്. ഒറ്റ കാര്യം, അമ്മേ വാക്കിൽ പിഴവ് സംഭവിക്കരുത്. ഈ കേരളത്തിന് എന്തെങ്കിലും അഭിമാനിക്കത്തക്കതായിട്ടുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യരുടെ ജന്മദേശം എന്നത് മാത്രമാണ് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവനെ പരിചയപ്പെടുന്ന കാലം തുടങ്ങി. അവൻ ആജന്മ കമ്മ്യൂണിസ്റ്റാണ്. അതായത് കമ്മ്യൂണിസ്റ്റായി ജീവിക്കാൻ ജനിച്ച ഒരുത്തരാണ്. എന്തിനാണ് അങ്ങനെ ജനിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് ജാതിക്കെതിരെ, ജാതിഭേദത്തിനെതിരെ എഴുതണമെന്ന് കരുതുമ്പോൾ അദ്ദേഹം അവലംബിക്കുന്നത് ശങ്കരാചാര്യരുടെ കൃതിയാണ്. ആ ശങ്കരാചാര്യരാണെങ്കിൽ പണ്ഡിതന്മാരെല്ലാവരും കൂടി പറയണം ഇങ്ങനെ ജാതി ഉണ്ടാക്കിയ ആളാണെന്നാണ്. ഇതിൻ്റെ വൈരുദ്ധ്യമാണ് ഞാൻ എടുത്തു കാണിച്ചത്. നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഈ ഇൻ്റർവ്യൂവിലുള്ളത് പ്രത്യേകിച്ച് മുഖവുര ഒന്നും ആവശ്യമില്ലാത്ത പ്രഗത്ഭനായ ഗ്രന്ഥകാരനും അതുപോലെ തന്നെ മുൻ വൈസ് ചാൻസലറും PSCയുടെ ചെയർമാനുമൊക്കെ ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സാർ. രാധാകൃഷ്ണൻ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം അദ്ദേഹം നമ്മളോട് ഇവിടെ സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്ന ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി, അതിനെക്കുറിച്ചിട്ട് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്ന മലയാള വിവർത്തനം. അത് ഇന്ന് സംഘപരിവാർ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നതാണെന്നൊക്കെയുള്ള കാരണങ്ങൾ, അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. സ്വാഗതം രാഷ്ട്രീയ നമസ്കാരം. ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഈ ചുള്ളിക്കാടും സാറുമായിട്ടുള്ള ബന്ധം ഒരു ഗുരുശിഷ്യ ബന്ധം പോലെ, അടുത്ത സൗഹൃദം പോലെ, സഹോദര ബന്ധം, സുഹൃത്തുക്കളാണ്. അതെ അതെ. ധാരാളം തമാശകൾ നിങ്ങളുടെ പുറകിലിരുന്ന് കേട്ടിട്ടുള്ള, BTHനടുത്തും ഒക്കെ ഇരുന്ന് കേട്ടിട്ടുള്ള ആൾക്കാരാണ് എറണാകുളത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം. അപ്പോൾ എന്താണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട്? അദ്ദേഹം ഹിന്ദു നേരിട്ട് ചോദിച്ചോളൂ, സംഖ്യ ആയോ എന്ന് ചോദിച്ചോളൂ. ഇനിയിപ്പോൾ വെറുതെ എന്തിനാണ് ഇത് ചുറ്റി പോകേണ്ട കാര്യമില്ല. സാറെങ്ങാനും വളച്ചോ? ഇല്ല, അങ്ങനെയാണ്. അതാണല്ലോ ചോദ്യം. അതിനുവേണ്ടി വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് ചോദിച്ചോളൂ. സാറ് വളച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോണു. ബുദ്ധന്മാരെ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് ചീത്തപ്പേരുള്ള ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്ന് സൗന്ദര്യലഹരി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പുറകിൽ സാറിന് തീർച്ചയായിട്ടും പങ്കില്ല എന്ന് പറയേണ്ട ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒന്ന്, ഞാൻ അവനെ പരിചയപ്പെടുന്ന കാലം തുടങ്ങി. അവൻ ആജന്മ കമ്മ്യൂണിസ്റ്റാണ്. അതായത് കമ്മ്യൂണിസ്റ്റായി ജീവിക്കാൻ ജനിച്ച ഒരുത്തരാണ്. എന്തിനാണ് അങ്ങനെ ജനിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ജനിച്ച ഒരുത്തനാണ്. അവൻ എന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ മലയാളത്തിലൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും നല്ല ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. എനിക്കറിയാം. ONV വിടുക നിങ്ങൾ. വയലാറും ഭാസ്കരൻ മാഷും. ശരിയാണ്. വയലാറും ഭാസ്കരൻ മാഷുമാണ് ഏറ്റവും നല്ല ഭക്തി ഗാനങ്ങൾ. ഇതിൽ ഭാസ്കരൻ മാഷ് പിന്നീട് ദൈവഭക്തിയിലൊക്കെ എത്തി. മറ്റേ ഗുരുവായൂരപ്പനെ ഒക്കെ സിനിമ എടുത്ത്, ശ്രീയെ ഒക്കെ എടുത്തെങ്കിലും, ശങ്കരാചാര്യ സിനിമയും പുള്ളി എടുത്തെങ്കിലും ഈ വയലാർ അറിയപ്പെടുന്ന നിരീശ്വരവാദിയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. പക്ഷേ ശബരിമലയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു പാട്ട് അദ്ദേഹം എഴുതിയതാണ്. അതിനകത്താണ് ഒരു പുതിയ മിത്ത് ശബരിമലയെക്കുറിച്ച് സങ്കല്പിച്ചുണ്ടാക്കിയത്. പുണ്യപാപ ചുമടുകളാം ഇരുമുടിക്കെട്ട്. അങ്ങനെ ഈ അയ്യപ്പ ചരിത്രത്തിൽ എന്നും ഇത് പുണ്യപാപ ചുമടുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത്ര ഭക്തി. ഭാസ്കരൻ മാഷോ അത് തന്നെ, ജത്തി, മന്ദാരം, തുളസി തുടങ്ങി ധാരാളമുണ്ട്. പിന്നെ ഇത് ഭാസ്കരൻ മാഷ് എത്രയോ ഗാനങ്ങളുണ്ട്. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് എഴുതിയിട്ടുള്ളവരാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും CITU മറ്റേ പത്തനംതിട്ട താലൂക്ക് സെക്രട്ടറിയും കവിയും എൻ്റെ സ്നേഹിതനുമായിരുന്ന കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ ദേവീസ്തവമുണ്ട്. ദേവീസ്തവം കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ. പാർവതി പ്രസന്നെ പ്രമോദേ പ്രകാശക്കുതിപ്പിൽ കിതയ്ക്കുന്ന നിന്നെ പ്രകീർത്തിച്ച് പാടാനും എന്ന് പറഞ്ഞുള്ള കവിത. കടമ്പനിട്ട ദേവീസ്തവം എന്നാണ് ആ കവിതയുടെ പേര്. അത് എഴുതിയതിന് ശേഷം കടമ്പൻ എവിടെ പോയി കഴിഞ്ഞാലും ദേവീസ്തവം പാടുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഭാഗവതം തർജ്ജമ ചെയ്തത്, വലിയ കമ്മ്യൂണിസ്റ്റുകാരനെ. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിലെ ഒരവസ്ഥയിൽ അവർക്കുള്ളൊരു ബന്ധം ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ സൗന്ദര്യലഹരിയാണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം ഞങ്ങൾ നിരന്തരം ശങ്കരാചാര്യരെ കുറിച്ച് സംസാരിക്കുന്നവരാണ്. എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നേരിൽ സംസാരിക്കുന്നവരാണ്. ചിലപ്പോൾ അവൻ ഞാൻ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. ഈ ശങ്കരാചാര്യരുടെ കവിത്വ സിദ്ധി അവനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അവൻ കവിയാണല്ലോ. ശങ്കരാചാര്യരുടെ തത്വചിന്തയാണ് എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കവിത വായിക്കുന്ന ശീലം എനിക്കുള്ളതുകൊണ്ട് ശങ്കരാചാര്യരുടെ കാവ്യലോകവുമായി എനിക്കും ബന്ധമുണ്ട്. ഒരു കവി എന്ന നിലക്ക് ഏത് കവിക്കും അസൂയ തോന്നത്തക്ക വിധത്തിലുള്ള ഒരവസ്ഥ ശങ്കരാചാര്യർക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് സൗന്ദര്യലഹരി. ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യം. സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട കാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് എന്ന് എനിക്ക് അഭിപ്രായമുള്ള ഒരാളാണ് ഇത്. അതിങ്ങനെ വായിച്ച് നിരന്തരം നിരന്തരം വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ വായിച്ച് ഒരു ദിവസം ഇത് എപ്പോഴും വായിച്ചു കഴിഞ്ഞാൽ ഇത് തർജ്ജമക്ക് വഴങ്ങണം. അല്ലാതെ വെറുതെ നമുക്ക് എഴുന്നേറ്റ് തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ഇതൊരു കാവ്യം ഹൃദയസ്ഥമായാലും പറ്റില്ല, അത് തർജ്ജമക്ക് വഴങ്ങി കിട്ടണം. അങ്ങനെ വഴങ്ങി കിട്ടിയപ്പോൾ ഇത് തർജ്ജമ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ അത് ഇവൻ സംഖ്യ ആയതിൻ്റെ പേരിൽ. പക്ഷേ പിന്നെ ശങ്കരാചാര്യരെക്കുറിച്ച് പറഞ്ഞാൽ സംഖ്യയാകും എന്ന് ഒരു സംഗതിയുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ ശങ്കരാചാര്യരെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരിയാണ്, അത് വലിയ ബഹളത്തിലെ കലാശിക്കുള്ളൂ. ശങ്കരാചാര്യരെ കുറിച്ച് നല്ലത് പറയുന്നതിൻ്റെ പേരിൽ നിരന്തരം തെറി കേൾക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശങ്കരാചാര്യർക്ക് ഏറ്റവും വലിയ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ നമ്പൂതിരിമാർക്ക് ശങ്കരാചാര്യരെ ഇഷ്ടമായിരുന്നില്ല. അവര് ജൈമിനിയുടെ മീമാംസ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. ജൈമിനിയാണ് അവരുടെ ഒരു ജൈമിനിയുടെ മീമാംസ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. അത് ദ്വൈതമൊക്കെ ഉള്ളവരാണ് അവർ. പക്ഷേ ശങ്കരാചാര്യരുടെ ഈ സാഹിത്യ കൃതികൾക്കും ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രത്തിനും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് തമിഴ് ബ്രാഹ്മണരായ അയ്യർമാരാണ്. അവരാണ് ശങ്കരാചാര്യരുടെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളതും. മലയാളത്തിൽ അങ്ങനെ ശങ്കരാചാര്യർക്കൊരു ട്രിബ്യൂട്ട് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ കുമാരനാശാനാണ്. കുമാരനാശാൻ ഈ കേരളത്തിന് എന്തെങ്കിലും അഭിമാനിക്കത്തക്കതായിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പേരിൽ ട്രാൻസ്ലേഷനിലല്ല, അല്ലാതെ എഴുതിയിട്ടുള്ളൊരു ലേഖനത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളതാണ്, ഈ കേരളത്തിന് എന്തെങ്കിലും അഭിമാനിക്കത്തക്കതായിട്ടുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യരുടെ ജന്മദേശം എന്നത് മാത്രമാണ് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് ആശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണെന്നും കൂടി മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്ന സമയം ശിഷ്യനാണ് എന്നുകൂടി മനസ്സിലാക്കണം. അത് ഇത് എഴുതുന്നതിന് മുമ്പാണോ എഴുതിയതിന് ശേഷമാണോ? ഈ അദ്ദേഹത്തിൻ്റെ ഒരു തർജ്ജിമയും കൂടി ഇല്ലേ കുമാരനാശാൻ്റെ ആണ് ആദ്യത്തെ തർജ്ജിമ. 24 വയസ്സുള്ളപ്പോഴാണ് സൗന്ദര്യലഹരി തർജ്ജിമ ചെയ്യുന്ന. 24 വയസ്സുള്ളപ്പോൾ ഞാൻ ഇന്ന് അത്ഭുതമാണ്. എന്ന് മാത്രമല്ല, ശിഖരണി എന്ന് പറഞ്ഞൊരു വൃത്തത്തിലാണ് ഇദ്ദേഹം ഇതെഴുതിയിരിക്കുന്നത്, ആചാര്യൻ എഴുതിയിരിക്കുന്നത്. അത് മന്ത്രസ്വഭാവമുള്ള വൃത്തമാണ്.
നമ്മൾ വേദങ്ങൾ ചൊല്ലുന്ന രീതിയിൽ ചൊല്ലേണ്ട ഒരു വൃത്തം എന്നാണ് അതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം. കുമാരുവിൻ്റെയിൽ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രദ്ധര വൃത്തത്തിലാണ് കുമാരു അതിനെ തർജ്ജമ ചെയ്തേക്കണം. പക്ഷേ ഞാനത് വായിച്ച് പലവട്ടം വായിച്ചു പോയപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കൂടി എടുത്ത് വായിച്ചു. നമ്മളിന്ന് ഇതിന് വരുന്ന കാരണം ഒന്നും കൂടി എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പുള്ളി 2 പേര് വായിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോട് കൂടി എഴുതിയതാണ്. ഒരാൾ ശങ്കരാചാര്യരും മറ്റേ ആൾ ശ്രീനാരായണ ഗുരുദേവനും. ഇവർ 2 പേരും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ തർജ്ജമയിൽ ഒരു കുറ്റം ഉണ്ടാകരുത് എന്ന നിലക്കാണ് എഴുതിയിരിക്കുന്നത്. അത് കാരണം 24 വയസ്സിൽ സൗന്ദര്യ ലഹരി തർജ്ജമ ചെയ്യണം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ശങ്കരാചാര്യർ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യബിംബങ്ങൾ പലപ്പോഴും കുമാരനാശാൻ്റെ കവിതകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുമാരനാശാനാണ് ശങ്കരാചാര്യരുടെ വിനീതനായ ഒരു ഭക്തനായിട്ട് വന്നത്. പിന്നത്തെ ആൾ ശ്രീനാരായണ ഗുരുദേവനുമാണ്. ഈ അദ്വൈത വേദാന്ത ചിന്തയ്ക്ക് മലയാള ബ്രാഹ്മണർ നമ്പൂതിരിമാർ അങ്ങനെ വലിയ പ്രാമുഖ്യം കൊടുത്തിട്ടേയില്ല. അവർ ഈ ശങ്കരാചാര്യർ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ വേറെ പിന്നെ ഒരു ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടൊക്കെ ഉണ്ടെന്നല്ലാതെ വേറെ ആരും അങ്ങനെ എന്തെങ്കിലും ഇത് അദ്വൈതത്തിനൊരു പ്രാമുഖ്യം കൊടുത്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ അദ്വൈത ചിന്തയെ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് എഴുത്തച്ഛനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെയാണ്. മനസ്സിലായില്ലേ? ശങ്കരാചാര്യർക്ക് വിശേഷിച്ചു. ശങ്കരാചാര്യരുടെ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് എഴുത്തച്ഛനൊക്കെ നിൽക്കുന്നത്. ശങ്കരൻ പറഞ്ഞതിനപ്പുറത്ത് നമുക്കും ഒന്നും പറയാനില്ല എന്ന് ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃതിയുടെ ഒരു സവിശേഷതയാണ്. ദേവീ സ്തുതിയാണ്, ദേവീ ഭക്തിയാണ്. അതായത് ഞാനപ്പോൾ ഓർക്കുന്നത്, എൻ്റെ ഗുരുനാഥനുണ്ട് പ്രൊഫസർ കെ രാമേന്ദ്രൻ നായർ. അദ്ദേഹമാണ് എന്നെ ഫിലോസഫി പഠിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ദൈവമില്ല എന്ന് ഇദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇവൻ ദൈവം ഉണ്ടെന്നും അദ്ദേഹം ദൈവമില്ല എന്നും. അവസാനം ഈ തർക്കത്തിൽ ഇവൻ പരാജിതനായി. ബാലേന്ദ്രൻ പരാജിതനായി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, സാറ് എന്ത് വേണമെങ്കിലും പറഞ്ഞു, തോന്നിയാവിൽ അമ്മ ഇല്ല എന്ന് മാത്രം പറയരുത്. ദൈവം വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, പക്ഷെ തോന്നിയാവിലെ ഭഗവതി അമ്മ അതില്ല എന്ന് പറയരുത്, അതെൻ്റെ നിത്യാനുഭവമാണ്. അപ്പോൾ ഇവർ പിന്നെ വേറൊരാളുണ്ടായിരുന്നു സാഹിത്യത്തിൽ, ഈ ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യ ലഹരി വായിച്ച് ആവേശഭരിതനായിരുന്നൊരു ദേവീഭക്തനുണ്ട്, കൊടുങ്ങല്ലൂർ നമ്മുടെ അടിമയായിരുന്ന ആൾ. അത് ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന് പറഞ്ഞ കാക്കനാടനാണ്. ബേവിച്ചായൻ, ഞങ്ങളൊക്കെ വിളിച്ചിരുന്ന ബേവിച്ചായൻ എന്നാണ്. ബേവിച്ചായൻ അതിഭക്തനായിരുന്നു. അദ്ദേഹം ശ്രീചക്രം എന്ന പേരിൽ ഒരു കഥയും എഴുതിയിട്ടുണ്ട്. അതെ, ശ്രീചക്രമാണല്ലോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഇപ്പം നമ്മൾ ദേവിയെ വിശേഷിപ്പിക്കും സർവമന്ത്രാത്മിക എന്ന് പറയും, സർവതന്ത്രാത്മിക എന്ന് പറയും, സർവയന്ത്രാത്മിക എന്ന് പറയും. ആ മന്ത്രവും തന്ത്രവും യന്ത്രവും ഈ സൗന്ദര്യ ലഹരിയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു സംശയം ചോദിച്ചാൽ, ഇതിപ്പോൾ പൊതുവേ ഞാൻ മനസ്സിലാക്കിയേക്കണത് 1 മുതൽ 42 വരെ ഉള്ളത് ഈ 41 വരെ മന്ത്രവിദ്യ, അല്ല അത് ആനന്ദലഹരി. മറ്റേത് ഈ പറഞ്ഞ ദേവി മറ്റൊരു സൗന്ദര്യമില്ലേ. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ ഭാഗത്താണോ ഈ കാര്യങ്ങൾ കൂടുതൽ? അല്ല മൊത്തത്തില്. അതായത് ഒരു കവിത നമ്മൾ ഇന്ന കവി എഴുതിയതാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതിലുള്ള മാസ്റ്റർ പീസും അല്ലല്ല, അതിനകത്ത് ഓരോ കവിതയിലും ആ കവിയുടെ കയ്യൊപ്പുണ്ട്. ആ സിഗ്നേച്ചർ നോക്കിയിട്ടാണ് നമ്മളിത് ഇന്ന ആളുടെ നിന്ന് തിരിച്ചറിയുന്നത്. പ്രക്ഷിപ്തമാണോ സംക്ഷിപ്തമാണോ. ഞാനിത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് ശങ്കരാചാര്യർക്കല്ലാതെ ലോകത്തൊരാൾക്കും അത് എഴുതാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കാളിദാസന് മുകളിലാണെന്നാണ്. കവി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ശങ്കരാചാര്യർ കാളിദാസന് മുകളിലാണെന്ന് പറയാൻ രണ്ടുപേരുടെയും കുറേ കാവ്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു സംശയവുമില്ല. സാറിനോട് തന്നെയുള്ള ചോദിക്കാറുണ്ട്. അത് തന്നെ ആ സ്തോത്രകൃതികളിലൊക്കെ പോകുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്, എങ്ങനെയാണ് അത് നിൽക്കുന്നത്,
എന്താ ലാളിത്യം! ലാളിത്യം ഉണ്ടോ? എനിക്കത് ശങ്കരാചാര്യ സ്തോത്രകൃതികളെ പോലെ ലളിത സംസ്കൃതത്തിൽ വേറെ എന്താ ഉള്ളത്? എന്താ ലാളിത്യം! അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇപ്പോൾ ആദ്യത്തെ 2 വാക്കുകൾ തന്നെ വളരെ ചർച്ചയായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു തുടങ്ങണത് ദ്വൈതവും ആവാം, അല്ല, അങ്ങനെയല്ല. ഇതിന് ദ്വൈതവുമാകാം, അദ്വൈതവും. ഇതിന് ദ്വൈത വ്യാഖ്യാനമുണ്ട്, അദ്വൈത വ്യാഖ്യാനമുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്ത്രമായി കാണുന്നവരുണ്ട്, താന്ത്രികന്മാരുണ്ട്, കൗള പാരമ്പര്യത്തിൽ വരുന്നവരാണ്. അപ്പോൾ അത് ദ്വൈതമല്ലേ? നിങ്ങൾക്ക് ദ്വൈതവും അദ്വൈതവും നമ്മുടെ ജീവിതത്തിലുള്ളതല്ലേ? ഓ, അത് തന്നെ ഒന്നാണ്. അല്ല, ഇപ്പം ഞാനും നീയും ഇരിക്കുന്നു, നമ്മൾ രണ്ടും രണ്ടാണ്, നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ദ്വൈതമായി. അതല്ല, അഭിന്നമായ ഒരുപാട് അംശങ്ങളാണ് നമ്മൾ രണ്ടുപേരിലും ഉള്ളത്, അതുകൊണ്ട് ഇത് അഭിന്നമാണ് എന്ന് പറഞ്ഞാൽ അദ്വൈതമായി. ഗുരുദേവന്റെ എല്ലാ മാവിലും എടുത്തൊന്ന് കടിച്ചു വെക്കാം. അതെ, അപ്പോൾ ആ അദ്വൈതത്തിൻ്റെ ഒരു ഭാവമാണ്. പക്ഷേ ഇതിനകത്ത് ഈ താന്ത്രികന്മാരുണ്ടല്ലോ, തന്ത്ര പാരമ്പര്യം, കൗളന്മാർ. തന്ത്രം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൗളം മാത്രമാണോ മറ്റതുണ്ടോ? അല്ല, കൗളമാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ളത്. കാരണം കുമാരു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേരള കൗളന്മാർ എന്നൊരു പ്രയോഗം കുമാരു ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 24 വയസ്സിലും അതും പരിചയമുണ്ട്. അതും പരിചയമുണ്ട്. കേരള കൗളന്മാർ എന്ന് ആ കാലഘട്ടത്തിൽ നമ്പൂതിരിമാർ കൗള ശാസ്ത്രത്തിൽ കുറച്ചും കൂടി അഗ്രഗണ്യരായിരുന്നിരിക്കാം അല്ലേ? അല്ല, അങ്ങനെ അതും പഠിച്ചിട്ടുണ്ട്. ബുദ്ധിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ലല്ലോ. അല്ല, അന്ന് കുറച്ചും കൂടി അത് പോപ്പുലർ ആയിരിക്കണം. ഇപ്പം അത് അത്ര പോപ്പുലർ അല്ല, വളരെ കുറച്ച് പേര്. ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രം ഇത് മലബാർ ഭാഗത്തുള്ള കുറച്ച് അല്ലാത്തവരും ഉണ്ട്. ഇതിനകത്ത് ചില നിഷ്ണാതന്മാരുണ്ട്, അവരെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. കണ്ണൊക്കെ അവരുടെ കണ്ടു കഴിഞ്ഞാൽ ഇത് കൗളനാണല്ലോ എന്ന് തിരിച്ചറിയാൻ പറ്റും. സാറിന് പറ്റുമെങ്കിൽ. അപ്പോൾ ഈ കേരള കൗളന്മാർ, ആ കൗള പാരമ്പര്യമുള്ളവരാണ് ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവരെന്താണെന്ന് വെച്ചാൽ ഇതിനെ വാച്യാർത്ഥത്തിലെടുക്കുകയാണ്. അതാണ് ഈ യോനി പൂജ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നത്. അതല്ല, ഇതിൻ്റെ വ്യംഗ്യാർത്ഥത്തിലേക്ക് പോവുകയും ആ വാക്കുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു അനുഭൂതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ അനുഭൂതിയാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയുടെ കേന്ദ്ര പ്രമേയം. അതാകട്ടെ അദ്വൈതാനുഭൂതിയാണ്. ആ അദ്വൈത ദേവി എന്ന് വെച്ചാൽ പ്രപഞ്ചം ദേവിയാണെന്നാണ് ഈ പറയുന്നത്. അല്ലാണ്ട് വായിച്ചാൽ അത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാവും. വളരെ തെറ്റിദ്ധാരണ, മഹാമോശമായിരുന്നു. ദേവിയെക്കുറിച്ച് ഇങ്ങനെ പറയാവോ എന്നൊക്കെ ചോദിച്ചു. അല്ല, അങ്ങനെയാണ് പലരും അതിനെ ധരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? സത്യം, അതിനെയാണ് ഭരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് ശങ്കരാചാര്യരുടെ കുഴപ്പം കൊണ്ടല്ല, ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് ചെയ്യുന്ന എടുക്കുന്നതേ. അതെ അതെ, അത് രാമായണം വായിച്ചാലും അങ്ങനെ, അത് അങ്ങനെ തന്നെയാണ്. എന്ത് വായിച്ചാലും. അല്ല, അതിന് പ്രസിദ്ധമായൊരു കഥയുണ്ടല്ല, ഒരു അനന്തരവൻ നന്നാകുന്നില്ല, മഹോതന്ത്രതല്ലി. അപ്പോൾ ഇവനെ അമ്മാവൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം പഠിപ്പിക്കാൻ വിട്ടു. പറഞ്ഞ് നീ പോയി ഭാഗവതം, നല്ലൊരു ഗുരുവിനെയൊക്കെ ഏർപ്പാടായി കൊടുത്ത് അങ്ങനെ ഭാഗവത പഠനം കഴിഞ്ഞ് അനന്തരവൻ തിരിച്ചു വന്ന് അമ്മാവനും മരുമോനും കൂടി കുളിച്ചു. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മാവൻ ആ ചാരുകസേലിരുന്നിട്ട് ചോദിച്ച്, എന്താ നീ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, അറ്റ കൈക്ക് അമ്മാവനെയും തട്ടാം. കാരണം കംസനൊക്കെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും എന്താണ് ധരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ശങ്കരാചാര്യരെ ഞാൻ ശങ്കരാചാര്യരെ വായിക്കുമ്പോൾ ശങ്കരാചാര്യരുടെ അദ്വൈതമാണ് എനിക്ക് വന്നത്. അതിൽ പ്രാമുഖ്യമുള്ളതായിട്ട്. ഇനി ഇതിൽ ഇവൻ്റെ ഈ തർജ്ജിമ, ബാലൻ്റെ തർജ്ജിമയുടെ ഒരു പ്രത്യേകത, ഇത് പാന എന്ന് പറഞ്ഞൊരു വൃത്തമുണ്ട്. സാർ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ? അല്ലല്ല, എഴുതുന്ന സമയത്ത് വായിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മുഴുവൻ വന്നിട്ട് ഞാൻ ഈ പുസ്തകമായിട്ടേ വായിക്കുള്ളൂ. പക്ഷേ എഴുതുന്ന സമയത്ത് ഇത് ഓരോ സന്ദർഭത്തിലും ഇത് വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരോപണത്തിൽ ചെറിയ കഴമ്പുണ്ട്. അപ്പോൾ പാന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പാന, നമ്മുടെ ഇത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, പൂർണ്ണഭക്തി. അത് ദ്രുതകാകളി എന്ന് പറഞ്ഞൊരു വൃത്തമാണ്. ദ്രുതകാകളി എന്ന് പറഞ്ഞ മലയാള വൃത്തമാണ്. ആ പാനയിലാണ് ഇവനിത് എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ സംസ്കൃത വൃത്തത്തിലല്ല, ശിഖരണിയിൽ എഴുതിയിരിക്കുന്ന കാവ്യം. അത് കുമാരനാശാൻ ശ്രദ്ധരയിലാണ് എഴുതിയിരിക്കുന്നത്. ഇവൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പാനയിലാണ്. അപ്പോൾ അതൊരു വലിയ കുഴപ്പമായിട്ട് ചിലർ പറയും ഇനിയിപ്പോൾ. കാരണം അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതൊരു സംസ്കൃതം ആ വൃത്തത്തിൽ തന്നെ എഴുതണം, ആ വൃത്ത എഴുത്തിൽ എഴുതിയില്ലെങ്കിൽ ഇത് ശരിയായില്ല എന്നൊക്കെ പറയാം. പണ്ഡിതന്മാരാണല്ലോ, അവർക്ക് അങ്ങനെ പറയാം. ശങ്കരാചാര്യനെ എഴുതി തെറ്റായിപ്പോ എന്ന് പറഞ്ഞ ആൾക്കാർ, പിന്നെ ശങ്കരനല്ല എഴുതിയേക്കണെന്ന് പറയുന്നുണ്ട്. അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ അതിപ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ ഈ
ഡോക്ടർ അയ്യോ പണിക്കർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. പണിക്കർ സാറ് ഇങ്ങനെ ഷേക്സ്പിയറെ കുറിച്ച് എന്തോ പറഞ്ഞ് ഒരു പ്രസംഗത്തിൽ ഇറങ്ങിയ സമയത്ത് ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞ് ഈ പറഞ്ഞ കൃതികളൊന്നും ഷേക്സ്പിയർ അല്ല എഴുതിയതെന്ന് ഒരു വാദം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഉണ്ടോ? എന്നാൽ അത് വേറൊരു ഷേക്സ്പിയർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ശങ്കരനാണെങ്കിൽ വേറൊരു ശങ്കരൻ. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്നൊരു കാര്യമുണ്ട്. ഈ ശങ്കരാചാര്യർക്ക് മറ്റൊരു മഹത്വം ശങ്കരാചാര്യർക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ശങ്കരാചാര്യരെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇയാളെന്തോ ചാതുർവർണ്ണയം കൊണ്ടുവന്ന് ശൂദ്രന്മാരെ എല്ലാം അടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു, പഞ്ചവന്മാരെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പ്രചരിപ്പിക്കുന്നത്. മുഴുവൻ ബുദ്ധന്മാരെയും പിടിച്ച് മുഴുവൻ ബുദ്ധന്മാരെയും പുള്ളി ഇതാക്കിയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ആരോപണം കൂടി കൊണ്ടുവന്നു, ഇയാൾ പ്രച്ഛന്ന ബുദ്ധനാണ് എന്നുകൊണ്ടൊരു ആരോപണം കൂടി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കാര്യമുള്ളത്, കേരളത്തിലെ ജാതിക്കെതിരെ എഴുതപ്പെടുന്ന ആദ്യത്തെ കാവ്യം ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മിയാണ്. ജാതി അതിന് മുമ്പ് എഴുതിയിട്ടില്ല. ജാതിക്കെതിരെയുള്ള ഒരു കാവ്യം, ഒരൊറ്റ കാവ്യം ജാതിക്കുമ്മിയാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി. ഈ ജാതിക്കുമ്മി എന്ന് പറയുന്ന കവിത അത് കുമ്മിയിലാണ് എഴുതിയിരിക്കുന്നത്. കുമ്മി അറിയാമല്ലോ, നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും സർവ്വസാധാരണമായി ആർക്കും മൂളി നടക്കാവുന്നതും പാടാവുന്ന കുമ്മിയുടെ പ്രത്യേകത ആർക്കും പാടാമെന്നുള്ളതാണ്. എനിക്കും നിനക്കുമൊക്കെ പാട്ട് പാടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആകെ പാടാവുന്ന ഈ കുമ്മിയാണ്. കാരണം അത് ആർക്കും പാടാം. ആർക്കും പാടാവുന്ന കുമ്മിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശിവലിംഗം പോലെയാണ് ആർക്കും. അതുകൊണ്ടാണ് ജാതി കുമ്മി എന്നതിന് പേര്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങളുടെ എക്സ്പാൻഷനാണ് ഈ കൃതി. ഇതാ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനത്തെ എക്സ്പാൻഷനാണ് ആ കൃതി. അതായത് ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകം എന്ന് പറഞ്ഞ കൃതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സങ്കല്പം എന്ന് വെച്ചാൽ ശങ്കരൻ കാശിയിൽ വെച്ച് ഒരു ചണ്ടാലനെതിരെ വരെ ആ കഥയാണ്. ആ കഥയാണ് ഈ 5 ശ്ലോകത്തിൽ മനീഷാ പഞ്ചകം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞ ഈ അദ്വൈതം എന്നെ പഠിപ്പിച്ച ഇവനാണ് എൻ്റെ ഗുരു മനീഷി മമ എന്ന് പറയുന്നത്. ആ ചണ്ടാലൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, പിന്നെ ആ ചണ്ടാലൻ ശിവനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വേറെ. പക്ഷേ ചണ്ടാല ബ്രാഹ്മണ അഭേദഭാവത്തിൻ്റെ അനുഭൂതിയാണ് ആ കൃതി. അതിൻ്റെ വിവർത്തനം പോലെയാണ് ജാതിക്കുമ്മി. അല്ല, അതിൻ്റെ സ്വതന്ത്രമായ ആവിഷ്കാരമാണ് ജാതിക്കുമ്മി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയോ 8-ാം നൂറ്റാണ്ടിലോ മറ്റോ ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുകയും അതല്ല അദ്ദേഹം അതിനേക്കാളൊക്കെ മുൻപ് ജീവിച്ചിരുന്നതാണ് എന്ന് വിശ്വാസികളും ഭക്തന്മാരും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എഴുതിയ കൃതി 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾ ജാതിഭേദ വിചാരത്തിനെഴുതിയ ഒരു പടവാളുണ്ടാക്കണം എന്ന് കരുതിയപ്പോൾ ആ കൃതിയെ ഉപജീവിച്ചെഴുതി എന്ന് പറഞ്ഞാൽ ഈ ബഹുമതിയാണ് ശങ്കരാചാര്യർക്ക് കിട്ടിയത്. വേറെ ആർക്കും ഇങ്ങനെ കിട്ടിയിട്ടില്ല. ജാതിക്കെതിരെ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ കൃതി ഏതാണ്ട് 7-ലോ 8-ലോ മറ്റോ എഴുതുകയും 9-ൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കൃതിയാണ്. ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് ജാതിക്കെതിരെ ജാതിഭേദത്തിനെതിരെ എഴുതണമെന്ന് കരുതുമ്പോൾ അദ്ദേഹം അവലംബിക്കുന്നത് ശങ്കരാചാര്യരുടെ കൃതിയാണ്. ആ ശങ്കരാചാര്യരാണെങ്കിൽ പണ്ഡിതന്മാരെല്ലാവരും കൂടി പറയണം ഇങ്ങനെ ജാതി ഉണ്ടാക്കിയ ആളാണെന്നാണ്. ഇതിൻ്റെ വൈരുദ്ധ്യമാണ് ഞാൻ എടുത്തു കാണിച്ചത്. അപ്പോൾ അത്ഭുതം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവൻ പാനയിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ കുമ്മിയിൽ ഒരാൾ എഴുതിയിരിക്കുന്നു. മറ്റൊരു കൃതി ശങ്കരാചാര്യരുടെ മറ്റൊരു കൃതി കുമ്മിയിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദേവി സങ്കല്പം മലയാളികളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ദേവീക്ഷേത്രങ്ങൾ മറ്റെങ്ങും ഇല്ല എന്ന് തോന്നുന്നു. വേറെ വല്ലയിടത്തും ഉണ്ടോ എന്ന് സംശയമാണ്. കുരുമ്പ അത് എത്ര ദേവിയുടെ എത്ര ഭാവങ്ങളാണ്. വടക്കൻ ചൊവ്വ, തെക്കൻ ചൊവ്വ, അത് ഉഗ്രഭഗവതി. എൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചൊക്കെ സംസാരിച്ചോളണം കേട്ടോ. വടക്കൻ ചൊവ്വയാണ്, ഉഗ്രമൂർത്തിയാണ്. ഞാൻ പറഞ്ഞാൽ അവളെ എൻ്റെ വെളിപ്പുറത്ത് വരും. അപ്പം അതുകൊണ്ട് നീ കുറച്ചൊക്കെ അല്ല, അതിൻ്റെയാണല്ലോ ഈ നാക്കിലുള്ള സരസ്വതി കളിയാട്ടം. അല്ല, അതങ്ങനെയല്ല. ഞാൻ ജീവിതത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. ഞാൻ അചഞ്ചലനമായ ദൈവവിശ്വാസിയാണ്. ദൈവം ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് സംശയം ഒരെണ്ണം മാത്രമല്ല. അല്ല, ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. പക്ഷേ ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല.
എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ദേവീക്ഷേത്രം അമ്മേ മഹാമായെ രക്ഷിക്കണേ എന്ന് പറയും. മതിയല്ലോ. അതാണ് ആകെ പറയുന്നൊരു കാര്യം. അതാണ്. ശിവക്ഷേത്രമാണെങ്കിൽ അറിയാമല്ലോ, മറ്റേ ഈ ശങ്കരാചാര്യരുടെ ഏതെങ്കിലും ഒരു ശ്ലോകം അവിടെ വെച്ച് മനസ്സിൽ ചൊല്ലും. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും അത് തന്നെ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെ നോക്കും. കാരണം ഇതെങ്ങനെ സാധിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് മൂകാംബികയിൽ പോയപ്പോഴാണ്. ഒറ്റ കാര്യം, അമ്മേ വാക്കിൽ പിഴവ് സംഭവിക്കരുത്. വേറെ ഒരു ആവശ്യം എനിക്കില്ല. പക്ഷെ അതിൻ്റെ അമ്മ സഹായിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് ഇന്ന് വരെ ഒരു മാനനഷ്ട കേസ് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല സാറ് പ്രസംഗമൊക്കെ എനിക്കറിയാം. ഇത് ഇങ്ങനെ അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഈ ശങ്കരാചാര്യർക്ക് ഇങ്ങനെയുണ്ട്. നമ്മൾ ശങ്കരാചാര്യരുടെ വേണ്ടത്ര മലയാളി ഇത്രയേറെ അപമാനിച്ചിട്ടുള്ള, ഇത്രയേറെ അവഹേളിച്ചിട്ടുള്ള, ഇന്നും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിഭ. ആ മഹാപ്രതിഭയെ അംഗീകരിച്ചത് കുമാരനാശാനാണ്. ആ കുമാരനാശാനാണ് 24-ാമത്തെ വയസ്സിൽ സൗന്ദര്യ ലഹരി തർജ്ജമ ചെയ്തുകയും പിന്നീട് ഈ കേരളത്തിന് അഭിമാനിക്കത്തക്കതായിട്ട് ആകെ ഉള്ളത് ഈ ശങ്കരാചാര്യരുടെ ജന്മഗേഹം എന്നത് മാത്രമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് കുമാരനാശാനാണ്. വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും ജനിച്ചു, ശങ്കരാചാര്യൻ ജയിച്ചു, എൻ്റെയും ആണ് ശങ്കരാചാര്യരും ആണ് എന്നൊരു പോസ്റ്റിലാണ് പറയുന്നത്. അങ്ങനെയല്ല. അതിൻ്റെ മുമ്പിൽ നമുക്ക് വിസ്മയത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. ശങ്കരാചാര്യരുടെ സ്തോത്രകൃതികളാണ് അദ്ദേഹത്തിൻ്റെ മേജർ കൃതികൾ. പ്രസ്ഥാനത്രയ ഭാഷ്യം ശ്രമിച്ചാൽ എഴുതാവുന്നതാണ്. പക്ഷേ സ്തോത്രകൃതികൾ ആര് ശ്രമിച്ചാലും എഴുതാൻ പറ്റില്ല. അത് ഈ മറ്റേ ഓസ്കാർ വൈൽഡിനെ കുറിച്ച് ഒരിതുള്ളത്, ഒരു ഓസ്കാർ വൈൽഡ് ഒരു പ്രഭുകുമാരനൊരു പ്രേമലേഖനം എഴുതി. അപ്പോൾ ഇത് സ്വർഗ രതിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജ് ചോദിച്ചു, ഹൂ റോട്ട് ദിസ് ലെറ്റർ എന്ന് ചോദിച്ചു. അപ്പോൾ നേരെ തിരിച്ചിട്ട്, ഹു ക്യാൻ റൈറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ ലെറ്റർ അതർ ദാൻ ഓസ്കാർ എന്ന്. ഓസ്കാറിനല്ലാതെ ശിക്ഷിക്കപ്പെട്ട് അഡ്മിഷനായല്ല. പക്ഷെ ശിക്ഷിക്കപ്പെട്ടാലും ആ കത്തിൻ്റെ മനോഹാരിത അത് താൻ എഴുതി ഉണ്ടാക്കിയതാണെന്നത് വിട്ടുകൊടുക്കാൻ പുള്ളി തയ്യാറായില്ല. ആ രീതിയിൽ ശങ്കരാചാര്യരുടെ കാവ്യത്തിൻ്റെ കാവ്യഭംഗി, ആ കാവ്യഭംഗി തന്നെ അപാരമാണ്. പിന്നീട് അതുപോലെ കാവ്യഭംഗിയിൽ എഴുതിയിട്ടുള്ള ഒരാളുടെ പേരാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എന്ന കവിയെ നമ്മൾ വേണ്ടത്ര ഇവിടെ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. അത്ഭുത ആ ജനനി നവരത്ന മഞ്ജരി എന്ന് പറഞ്ഞ ഒരൊറ്റ കൃതി മതിയല്ലോ. കവിത മത്തേഭം എന്ന് പറഞ്ഞൊരു വൃത്തത്തിലാണ് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഒരു തമാശയുണ്ട്. ഞാനൊരു ദിവസം ഇവനോട് പറഞ്ഞേ, എടാ ഈ മത്തേഭത്തിൽ നീ ഒന്ന് എഴുതാൻ ശ്രമിക്കാൻ പറഞ്ഞു. ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. ബാലൻ ഗുരുദേവനല്ലേ? അല്ലാതെ ആ വൃത്തം മതയാന പോലത്തെ വൃത്തം. ആ വൃത്തത്തിലാണ് ജനനി നവരത്ന മഞ്ജരി, കാളി നാടകം, എന്താ സംഭവം, ശിവസ്തുതികൾ, സുബ്രഹ്മണ്യ സ്തുതികൾ, ഇതൊക്കെ ചെയ്തിട്ടാണ് ദേവീ സ്തുതികൾ, ഇതൊക്കെ ചെയ്തിട്ടാണ് പറയണത്. ശ്രീനാരായണ ഗുരു കാറൽ മാർക്സ് പറഞ്ഞത് കേട്ട് ജീവിച്ച ആളാണെന്ന് പറഞ്ഞ പിന്നെ ഹിന്ദു സന്യാസിയല്ല, കാറൽ മാർക്സ് പറയുന്നത് കേട്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറൽ മാർക്സ് ഒരു തേർഡ് റേറ്റ് ഫെല്ലോ അല്ലേന്ന്. അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു സീരിയസ് കക്ഷിയല്ലോ. എന്താണെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. അല്പം പൊട്ടിച്ചൊക്കെ എഴുതുന്നത് അല്ലല്ല. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ഒരേ ഒരു മാർഗം ഞാൻ നിന്നെ കൊല്ലുകയോ നീ എന്നെ കൊല്ലുകയോ ചെയ്തതാണെന്നാണല്ലേ പറഞ്ഞതിൻ്റെ ചുരുക്കം. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളു. അല്ലാണ്ട് വേറെന്താ ഉള്ളത്? ഇങ്ങനെ മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് കഴിയുന്ന ഒരാളെ സില്ലി ഫിലോസഫർ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഫിലോസഫർ അല്ല, ഹീസ് എ സില്ലി ഫിലോസഫർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഇദ്ദേഹത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് എഴുതിയത്, ഇദ്ദേഹം ഇവിടെ പരിഷ്കാരങ്ങൾ വരുത്തിയതെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഈ സൗന്ദര്യ ലഹരിക്ക് ഇംഗ്ലീഷിലൊക്കെ എത്രയാണ് തർജ്ജിമ, ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രയാണ് തർജ്ജിമയുള്ളത് ഇംഗ്ലീഷിൽ. അവിടെയുള്ള തമിഴ്നാട്ടിലുള്ള മിക്കവാറും അയ്യർമാരും ഇതിന് ഇംഗ്ലീഷിൽ ഇതിന് തർജ്ജിമ എഴുതിയിട്ടുണ്ട്. അത്ര പോപ്പുലറായിട്ടുള്ളൊരു കൃതിയാണ്. ആ കൃതിക്ക്
മലയാളത്തിൻ്റെ വൃത്തത്തിൽ, മലയാളിയുടെ ഹൃദയതാളത്തിൽ ഒരു തർജിമ വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ശങ്കരാചാര്യർ സംഖ്യയാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ശങ്കരാചാര്യാണല്ലോ സംഘം സ്ഥാപിച്ചതെന്നാണ് ഇപ്പോൾ പലരും ഡോക്ടർ ജിയേക്കാൾ മുന്നിൽ പുള്ളി ചെയ്തു വെച്ചിട്ട് പോയി എന്നാണ് ഇപ്പോഴത്തെ. എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഗുണം ശങ്കരാചാര്യരുടെ ഇത്തരം കൃതികൾ യുവജനങ്ങൾ വായിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ അതിനൊരു പല തടസ്സങ്ങളുണ്ടാകുന്നതിൽ പലതും എനിക്ക് തോന്നുന്നത് ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ ഇത്തരം വാക്കുകളിലൂടെ മാറുമെന്നും കൂടുതൽ ആളുകൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ട്രാൻസ്ലേഷനും അതേപോലെ അതിൻ്റെ ഒറിജിനൽ കൃതിയും വായിക്കുമെന്ന്. കുമാരനാശാൻ്റെ അതും 24 വയസ്സിൽ എഴുതിയ മഹാകൃതികൾ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ ഗുരുദേവൻ്റെ അടക്കമുള്ള മഹാകൃതികൾ വായിക്കുകയും കൂടുതൽ മലയാളത്തെയും മലയാളത്തിൻ്റെ സ്വന്തമായ ഇത്തരം ജ്ഞാനത്തെയൊക്കെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചെറിയ ഇൻ്റർവ്യൂവിനകത്ത് സാറിൻ്റെ മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ല ഡീറ്റെയിൽ. അദ്ദേഹം ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ അത്തരം കാര്യങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു. ഈ സൗദി അറേബ്യയെക്കുറിച്ച് തന്നതിന് വളരെ നന്ദി.